എന്നും ഒരേപോലെ തന്നെ മുട്ടക്കറി തയ്യാറാക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. നല്ല വ്യത്യസ്ത രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഓയിലിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരിയിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 8-10 കാഷ്യൂനട്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതിന്റെ കൂടെ ഒരു 1-2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ച് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി ഇതുപോലെ നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. നമുക്ക് മുട്ടയൊന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതങ്ങ് വറുത്ത് മാറ്റി വെക്കാം. ഒരു 1/4 ടീസ്പൂൺ ഷാജീര, ഒരു 3 ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീഫും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്നേ ആ എണ്ണ തെളിയുന്ന വരെ അങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ടേ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളയുടെയും കാഷ്യൂനട്ട് തൈര് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നീക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ ഇതങ്ങ് തിളക്കാൻ വേണ്ടിട്ട് വെക്കാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഉണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ വരയിട്ടിട്ട് അങ്ങിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 4 പച്ചമുളക് അതുപോലെ അങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്രത്തോളം തിക്ക് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. നല്ല കിഡിലിനൊരു കറിയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട.